തിരുവല്ല മണ്ഡലത്തിലെ കവിയൂരിൽ കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. 84 നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, ഇത്തരത്തിൽ ഒരു പരാതി അവർ ഔദ്യോഗികമായി ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണോ? എന്ത് നടപടിയാണ് ഇതിന്മേൽ സ്വീകരിക്കാൻ പോകുന്നത് അധികൃതർ? ഉച്ചയോടെയാണ് ഇത്തരത്തിൽ സരോജിനി എന്ന വോട്ടർ വോട്ട് ചെയ്യാനായി എത്തിയ ഘട്ടത്തിൽ തൻ്റെ വോട്ട് മറ്റാരോ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ തിരിച്ചറിയുന്നത്. പിന്നീട് അവർ പരാതിപ്പെടുകയും ചെയ്തു. 84 നമ്പർ ബൂത്ത്, തിരുവല്ല മണ്ഡലത്തിലെ കവിയൂർ പഞ്ചായത്തിലെ 84 നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിലൊരു കള്ളവോട്ട് നടന്നുവെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും പിന്നീട് ഇവരെ ടെൻഡർ വോട്ട് ചെയ്യാനുള്ള സൗകര്യം നൽകി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം സംസ്ഥാനത്തൊട്ടാകെ കള്ളവോട്ട് തടയുന്നതിന് വലിയ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സമാനമായ തരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കള്ളവോട്ടുകൾ നടക്കുകയാണ്. തിരുവല്ല മണ്ഡലത്തിൽ തന്നെ പുറമറ്റം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 90 നമ്പർ ബൂത്തിലും സമാനമായ തരത്തിൽ കള്ളവോട്ട് നടന്നുവെന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല. എന്തായാലും ഈ കവിയൂർ പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ 84 നമ്പർ ബൂത്തിൽ സരോജിനി എന്ന സ്ത്രീ വോട്ട് ചെയ്യാൻ എത്തിയ ഘട്ടത്തിൽ കള്ളവോട്ട് നടന്നതായി ബോധ്യപ്പെട്ടത്. എന്തായാലും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് കള്ളവോട്ട് ചെയ്തതെന്നും ആരാണ് ഇതിന് ഒത്താശ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിലെ വോട്ടിംഗ് ശതമാനം 60% അടുത്തിട്ടുണ്ട്. കനത്ത പോളിംഗ് തന്നെയാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആറന്മുള മണ്ഡലത്തിലാണ്. രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആറന്മുള മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മറ്റിടങ്ങളിലും സമാനമായ തരത്തിൽ കനത്ത പോളിംഗ് നടക്കുന്നുണ്ട്. എന്തായാലും തുടക്കഘട്ടത്തിൽ യന്ത്രത്തകരാറും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചുവെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഏകദേശം അരമണിക്കൂറോളം ഈ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടുകളിൽ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പലയിടങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് തകരാർ അല്ലെങ്കിൽ യന്ത്ര തകരാറൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ശ്രീരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. പലയിടത്തും കള്ളവോട്ട് നടന്നതായി പരാതി ഉയരുകയാണ്. തിരുവല്ലയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാക്കിയത്.